children, I am Lata Shachi. Welcome back to my channel LK Lester Max Class. ഇനി നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നുള്ള CBSE ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ നന്നായിട്ടിത് പഠിക്കുക. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് tan theta plus sec theta minus 1 by tan theta minus sec theta plus 1 ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് രണ്ടും അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലാണെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ LHS പാർട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രകാരം LHS കേട്ടോ, LHS മീൻസ് ഈ സൈഡാണ്. tan theta plus sec theta minus 1 by tan theta minus sec theta plus 1. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ ഇവിടെ സൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ രണ്ടിനെയും അതുപോലെ തന്നെ വയ്ക്കാം. tan തീറ്റയും sec തീറ്റയും നമുക്ക് അതുപോലെ വയ്ക്കാം. പക്ഷേ ഒന്നിനെ നമുക്ക് എന്തായിട്ട് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും, പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റീസൊക്കെ ആ സമയത്ത് നമുക്കൊന്ന് ഓർമ്മ വരണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എഴുതാണ്. അതായത് sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. പഠിച്ചിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ ഇതിന് ഈ 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും കണ്ടോ, sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനൊന്ന് തിരിച്ചെഴുതിക്കൂടെ, ഈ 1ന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും, അവിടെ ഈ 1ന് പകരം നമുക്ക് sec സ്ക്വയർ തീറ്റ മൈനസ് എന്ത് കൊടുക്കാം, ടാൻ സ്ക്വയർ തീറ്റ അത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 1നെ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ 1ന് പകരം നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്, sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമാണ് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിന് മാറ്റമൊന്നുമില്ല, ഏതാണ് ടാൻ തീറ്റ പ്ലസ് sec തീറ്റ മൈനസ് 1നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി പ്രകാരം. ഓക്കെ, sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ നമ്മുടെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാണ് കേട്ടോ. എന്താണ് ഡിനോമിനേറ്റർ, ടാൻ തീറ്റ മൈനസ് sec തീറ്റ പ്ലസ് 1. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ഇതങ്ങനെ തന്നെ എടുത്തെഴുതി 1നെ മാത്രം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ച പ്രകാരം നമ്മൾ ഐഡൻറ്റിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നോക്കിയേ, sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഓർമ്മ വരുന്നുണ്ടല്ലോ. ഏതാണ് ആ ഐഡൻറ്റിറ്റി വരിക നോക്കിയേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആ ഐഡൻറ്റിറ്റി അല്ലേ. ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, റൈറ്റ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് നമ്മളിനി ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ഇത് അങ്ങനെ തന്നെ വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഇത് കിട്ടുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ശരിക്കും അതിനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഐഡൻറ്റിറ്റീസൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ ഐഡൻറ്റിറ്റീനെ നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. 3 ഐഡൻറ്റിറ്റി ഉണ്ട്. ആ 3 ഐഡൻറ്റിറ്റീനും അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തോട്ട് 2 സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ നിന്ന് വെച്ചിട്ട് വേണം നമ്മളിതിനെ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമോ, നമുക്ക് ഏതിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, 1 പ്ലസ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ, ഇതിലേക്കാണ് നമുക്കിതിനെ കൊണ്ടുപോകേണ്ടത്. സോ അത് വെച്ച് നിങ്ങളുടെ നല്ലപോലെ ചിന്തിച്ച് വേണം ഈ സമ്മാൾ ചെയ്യാൻ കേട്ടോ. വളരെ എളുപ്പമുള്ള സമ്മാണ്, അധികം പാടോ ഒന്നുമില്ലാത്തതാണ്. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോണത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊരു ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇവിടെ എടുത്ത് എഴുതാം. ടാൻ തീറ്റ പ്ലസ് sec
തീറ്റ. ഏതെപ്പോൾ എഴുതിയേ? ഇതങ്ങനെ തന്നെ എടുത്തെഴുതി. ഇനി ഇതിനെ നമ്മൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക കേട്ടോ. എ പ്ലസ് ബി എന്നും എ മൈനസ് ബി. അപ്പോൾ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ എന്താണ് ബി എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ എടുത്തെഴുതാം. സി തീറ്റ പ്ലസ് ടാൻ തീറ്റ ബ്രാക്കറ്റിൽ കൊടുത്തോളുക. കണ്ടോ? അപ്പോൾ എ പ്ലസ് ബി എന്നായി. ഇനി എന്ത് കൊടുക്കുക? എ മൈനസ് ബി. സോ സെയിം തിങ് തന്നെ മൈനസ് ഇട്ട് കൊടുക്കുക. സി തീറ്റ മൈനസ് ടാൻ തീറ്റ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ എല്ലാത്തിനെയും കൂടി ബൈ ഇട്ടിട്ട് നമ്മുടെ ഡിനോമിനേറ്റർ എടുത്ത് എഴുതുക. ഡിനോമിനേറ്റർ എന്തായാലും ഡിനോമിനേറ്റർ നമ്മളൊന്നും ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ടാൻ തീറ്റ മൈനസ് സി തീറ്റ പ്ലസ് 1. ഇനി ഇതിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങൾ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് അത്? നോക്കി, അതായത് ടാൻ തീറ്റയും പ്ലസ് സി തീറ്റയും ഉണ്ട്, സി തീറ്റ പ്ലസ് ടാൻ തീറ്റയും നമുക്കിവിടെ ഉണ്ട്. കണ്ടോ? സി തീറ്റ പ്ലസ് ടാൻ തീറ്റയുണ്ട്, ടാൻ തീറ്റ പ്ലസ് സി തീറ്റയുണ്ട്. രണ്ടെണ്ണം ഒരുപോലെ വന്നിട്ടുണ്ടല്ലോ. സോ അതിൽ നമുക്ക് ഒരെണ്ണം എടുത്താൽ പോരെ? കോമൺ ആയിട്ട് നമുക്കത് മാത്രം നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടും കേട്ടോ, ഇത് രണ്ടും ഒരുപോലെ വന്നുകൊണ്ട് അതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. സോ ടാൻ തീറ്റ പ്ലസ് സി തീറ്റ കൊടുക്കുക. ഇപ്പോൾ സാൻ തീറ്റയും ടി തീറ്റയും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 അല്ലേ? കണ്ടോ? ഈ 1 എഴുതി. 1 മൈനസ് സി തീറ്റ പ്ലസ് ടാൻ തീറ്റ. സി തീറ്റ പ്ലസ് ടാൻ തീറ്റ കറക്റ്റ് അല്ലേ? അതായത് നോക്കിയേ, ടാൻ തീറ്റ പ്ലസ് സി തീറ്റ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? സി തീറ്റ പ്ലസ് ടാൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ഒരെണ്ണത്തിനെ എടുക്കുക. എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഒരെണ്ണം ഇങ്ങോട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 അല്ലേ വരിക. 1 വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ 1 ഇൻറ്റു ടാൻ പ്ലസ് സി തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കത് തന്നെ കിട്ടും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? സി തീറ്റ പ്ലസ് ടാൻ തീറ്റയാണ് പിന്നെ നമുക്കിവിടെ വരുന്നത്. ഓക്കെ, 1 മൈനസ് സി തീറ്റ പ്ലസ് ടാൻ തീറ്റ. അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബൈ ടാൻ തീറ്റ മൈനസ് സി തീറ്റ പ്ലസ് 1. ഇവിടെ ഇത് രണ്ടും നമുക്ക് ക്യാൻസലായി പോകുമല്ലോ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കണ്ടോ? ഇവിടെ എന്തുണ്ട്? സി തീറ്റ ഉണ്ട്, ടാൻ തീറ്റ ഉണ്ട്, ദെൻ 1 ഉണ്ട്. സോ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലാക്കി കളയാനായിട്ട് നമുക്ക് സാധിക്കും. റൈറ്റ്. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസലാക്കി കളയാം. ഇനി നമ്മളിവിടെ പറഞ്ഞു, ഇനി നമുക്ക് എന്താ അപ്പോൾ ബാക്കിയുള്ളതെന്ന് നോക്കിയാൽ നമുക്ക് ബാക്കിയുടെ വന്നത് ടാൻ തീറ്റ പ്ലസ് സി തീറ്റയാണ് ഫൈനലായിട്ട് നമുക്കിവിടെ ഉള്ളത്. ഇനി ടാൻ തീറ്റേനെ നിങ്ങൾ പഠിച്ച പ്രകാരം നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇല്ലേ? ഇനിയോ ഇവിടെയാണെങ്കിലും അത് റെസിപ്രോക്കൽ അല്ലേ? അപ്പോൾ എന്ത് കൊടുക്കുക? 1/cos തീറ്റ കൊടുക്കുക. ഓക്കെ, സോ ടാൻ തീറ്റേനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് ആക്കി, സി തീറ്റേനെ എന്താണ്? 1/cos തീറ്റ എന്നും ആക്കി. ഇനി ഈക്വൽ ടു നമുക്കിതിനെ ഒന്നിച്ചൊന്ന് എഴുതാം. അതായത് നോക്കിയ ഡിനോമിനേറ്റർ രണ്ടിടം ഒരുപോലെ വന്നതുകൊണ്ട് 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. കണ്ടോ? ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ്. കണ്ടോ? പ്രൂവ് ദാറ്റ് ടാൻ തീറ്റ പ്ലസ് സി തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ മൈനസ് സി തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അത് തന്നെയല്ലേ നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയത്? കണ്ടോ? 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ LHSനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റീസ് വെച്ച് നമുക്കിതിലേക്ക് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുക അല്ലേ? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് അതൊക്കെ. സോ ആ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1നെ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഏതിലേക്കാണ്? ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു. സോ ഇൻസ്റ്റെഡ് ഓഫ് 1 എന്താ നമ്മൾ കൊടുത്തത്? sec square theta minus tan square theta.
ദെൻ ഈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതി. സോ ഇത് നമ്മൾ നോക്കുമ്പം ഈ ഒരു ഐഡൻറ്റിറ്റി ഫോമിൽ അല്ലേ നമ്മൾ 9th പഠിച്ച സെയിം ഐഡൻറ്റിറ്റി അത് വന്നു. സോ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ ടാസ്ക്, ഇതിൽ കോമൺ ആയിട്ടുള്ളതിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് കിട്ടിയത് tan θ + sec θ ആണ്. സോ tan θ നമുക്കറിയാം എന്താണ് എൻ്റെ ഇക്വേഷൻ, sin θ / cos θ ആണ്. ദെൻ sec θയിൽ എന്താണ് വരിക, റെസിപ്രോക്കൽ ആണല്ലോ. സോ 1/cos θ. ഇത് റെസിപ്രോക്കലാണ് കേട്ടോ. ഇനി എന്താ പറയുക, അപ്പോൾ ഇത് രണ്ടും നോക്കി cos θ ഒരുപോലെ വന്ന കാരണം 1 + sin θ / cos θ. സോ നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം, LHS = RHS. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതി വെച്ചിട്ട് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഹെൻസ് പ്രൂവ് ഓർ ഹെൻസ് പ്രൂഫ്. ഓക്കെ.